അതായത് നമുക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് നടുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും നടാം, പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും പകരുന്ന മനോഹരമായ കാഴ്ചകളുമായി കഴക്കൂട്ടം ഗവൺമെന്റ് കോക്കനട്ട് നഴ്സറിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇവിടെ കൃഷി ചെയ്യുന്ന വിവിധ ഇനം കാർഷിക വിളകളുടെ ഉൽപാദനം, അവയുടെ പരിപാലനം, വിളവെടുപ്പ് എന്നിവയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നാടോടി കാഴ്ചകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് ഏത് പയർവർഗ്ഗമാണ്? കഞ്ഞിക്കുഴി എന്ന് പറയും, ലോങ് ആണ്, 18 മണിയെന്നും പറയും. അതായത് നല്ല ഈൽഡ് കിട്ടുകയും നല്ല നീളവും വെയിറ്റും കിട്ടുന്ന ഒരു വെറൈറ്റിയാണത്. കഞ്ഞിക്കുഴി എപ്പോഴും എല്ലാ കർഷകർക്കും നടാൻ പറ്റുന്നതും ലാഭകരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കഞ്ഞിക്കുഴി എന്ന് പറയുന്നത്. നമ്മൾ 45 ദിവസം കഴിഞ്ഞു, പയർ നട്ട് 45 ദിവസം കഴിഞ്ഞു. ഇന്ന് ഹാർവസ്റ്റിംഗ് ടൈമാണ്. ഇപ്പോൾ ഇതുപോലെയാണ് പയർ കൃഷി ചെയ്യേണ്ടത്. എളുപ്പം, അതായത് നമുക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റോ മറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചണനൂലും പ്ലാസ്റ്റിക് നൂലും കൊണ്ട് നമുക്കിത് ഇതുപോലത്തെ മനോഹരമായ ഒരു പന്തൽ തയ്യാറാക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ ഈ വള്ളിക്ക് വളരാനുള്ള ഒരു സ്പേസ് കൊടുത്താൽ മാത്രമേ കൂടുതൽ പൂക്കാവൂ. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടതെല്ലാം പ്ലാസ്റ്റിക് വള്ളികളാണ്. ഈ കെട്ടിയിരിക്കുന്ന ചണനൂല് ഈ വള്ളികൾക്ക് കയറി പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചണനൂലാണ് ഇത് വച്ച് കെട്ടിയിരിക്കുന്നത്. ഇത് എത്ര നാൾ കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും? നമുക്ക് പയർ വിത്ത് നട്ട് 45-ാം ദിവസം പൂവും കൈയും വരും. 48-50 നമുക്ക് ഹാർവസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. കഞ്ഞിക്കുഴി എന്ന് പറയുന്ന നാടൻ വിത്താണ്. ഇതെൻ്റെ ലോങ് ആണ്. എൻ്റെ നീളം കണ്ടോ, നിറച്ചും താരുകളുള്ള പയർ വിത്താണ്. ഇതെൻ്റെ നിറച്ചും താരുകളുണ്ട്. ഇത് നമുക്ക് ഇന്ന് അടത്ത് കഴിഞ്ഞാൽ നാളെ അടക്കത്തില്ല, മറ്റന്നാൾ. അങ്ങനെ ഒന്നിടം കഴിഞ്ഞാൽ അത് വിത്തിലേക്ക് പോകും. ഈ വിത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇതാ ഇത് വിത്ത് പരിവായി. ഇത് ഇനി അടത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഇത് വാടി. അപ്പോൾ പിന്നെ ഇത് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുക. കറിക്കുള്ള പരുവം എന്ന് പറഞ്ഞാൽ ഇതാണ് കറിക്കുള്ള പരുവം. ഇത് വണ്ണം കുറവാണല്ലോ. ഇത് നേരെ ഇത് കണ്ടോ, ഇതാണ് ഈ പയറിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല നീളവും ഉണ്ട്, ഇത്രയും കനവും വരും. അപ്പോൾ വെയിറ്റ് കൂടും. 20-21 പയർ, ചിലപ്പോൾ 18 പയർ, 20-21 പയർ വയ്ക്കുമ്പോൾ 1 കിലോ എത്തും. ഇന്നത്തെ റേറ്റ് 100 രൂപ 120 രൂപ വരെ പയറിന് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഗവൺമെൻറ് റേറ്റ് പ്രകാരം ഇന്ന് 75 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ 21 പയറിന് നമുക്ക് 75 രൂപ കിട്ടും, ലാഭമാണ്. ഒന്നിരാടം പയർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 5 സെൻറ്റ് ആണ് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും 10, 10,000, 20,000-ന് മേളിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. വിത്ത് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഒന്നിരാടം പയർ എടുത്തതിന് ശേഷം 2 ദിവസം 3 ദിവസം ആയ പയർ കഴിഞ്ഞാൽ വിത്തിലേക്ക് വിടുകയാണ്. പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ നല്ല പാകമാകും. അതിനെ അടർത്തി മാറ്റി നമ്മൾ പൊളിച്ച് വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കി വിത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ ഈ വിത്ത് നടാം. അടുത്ത വിത്തുകൾ 2 ആഴ്ച വേണം. ഒരു ഫ്രഷ് വിത്ത് 2 ആഴ്ച കഴിഞ്ഞാൽ പുതിയ വിത്തിലേക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതിവിടെ തന്നെയാണ് ഈ വിത്തുകൾ സെയിൽ ചെയ്യുന്നത്. വിത്ത് കർഷകർക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുകയും ചെയ്യും. ഈ വിത്തുകളാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നമുക്ക് സാറ്റിസ്ഫാക്ഷനാണ്, അതുപോലെ വാങ്ങുന്ന ജനങ്ങൾക്കും സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിൻ്റെ പയറാണ്,
ഇന്ന് ഇത്ര വിത്ത് ഇത്ര കിലോ കിട്ടും, അതിന് വേറൊരു കംപ്ലൈൻസും ഇല്ല എന്നുള്ളതാണ്. ഇതിനൊരു ഉപയോഗിക്കുന്ന വളങ്ങൾ ജൈവവളം തന്നെയാണല്ലോ. ജൈവവളമാണ്, തീർത്തും ജൈവവളത്തിലാണ്. കാരണം ഇവിടെ കോഴിവളം, ഇവിടെ കോഴിയുണ്ട്, കോഴിവളവും ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്ലറി ഉപയോഗിക്കും, പഞ്ചഗവ്യം ഉണ്ടാക്കുന്നുണ്ട്, പഞ്ചഗവ്യം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ തീർത്തും ജൈവപരമായിട്ടാണ് ഇവിടുത്തെ കൃഷി. ഇത് കംപ്ലീറ്റും ചെയ്തിരിക്കുന്നതെല്ലാം ജൈവപരമായിട്ടുള്ള കൃഷി രീതിയിലൂടെയാണ്. കാരണം കർഷകൻ ഇത് കാണുന്നതിന് വേണ്ടിയിട്ടും ആണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫാമാണ്, അപ്പോൾ ഒരു പയർ എങ്ങനെ കൃഷി ചെയ്യാം എന്ന് മാതൃക കൂടെയാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം നനയ്ക്കുന്നത് ദിവസം 2 നേരമാണോ? 2 നേരം വെള്ളം നനയ്ക്കണം. മഴയാണെങ്കിൽ നമ്മൾ നനയ്ക്കത്തില്ല. രാവിലെയും വൈകിട്ടും ചെറിയ നന കൊടുക്കണം. രാവിലെ നല്ല നന കൊടുക്കുകയും വൈകിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും വേണം. അതും നടുന്ന സ്റ്റേജ് തന്നെ ആദ്യം നമ്മൾ തറ റെഡിയാക്കിയതിന് ശേഷം കുമ്മായം വിതറുന്നു. 10 സെന്റിന് 1 കിലോ കണക്കാക്കി കുമ്മായം വിതറിയതിന് ശേഷം പണകളായിട്ട് കിളച്ചു വെക്കും. ഇതുപോലെ 2 അടി വീതിക്ക് പണകളായിട്ട് കിളച്ചു വെക്കും. എന്നിട്ടാണ് 2 അടി 2 അടി അകലത്തിന് 2 വിത്ത് വീതമാണ് ഒരു കുഴിയിലേക്ക് ഇട്ട് പോകുന്നത്. ഇട്ട് അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞാൽ 3ാമത്തെ ഇല വരും. പിന്നെ അത് ഒരു 10 ദിവസത്തിനുള്ളിൽ വള്ളികളാവും. പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് പിന്നെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ കറക്റ്റ് 45ാമത്തെ ദിവസം അപ്പം ഇതാണ് അതിൻ്റെ സ്റ്റേജുകൾ. എല്ലാവർക്കും വിത്തുകൾ കിട്ടത്തക്ക രീതിയിൽ നമ്മളിവിടെ ഒരു വിത്തുകൾ 10 രൂപ പാക്കറ്റാണ്. അപ്പോൾ എല്ലാവർക്കും 10 രൂപ പാക്കറ്റ് ഒരു വീട്ടാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള പയർ വിത്ത് അതിനകത്തുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ തൈകളാക്കി കൊടുക്കും. ഒരു തൈക്ക് 3 രൂപയാണ് ഇവിടുത്തെ ഗവൺമെൻറ് റേറ്റ് പ്രകാരം നമ്മൾ തൈകൾ കൊടുക്കുന്നത്. 3 രൂപയാണ്. 3 രൂപ. 3 രൂപയ്ക്കാണ് തൈകൾ വിൽക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയ തൈകൾക്ക് ആർക്കും ഇതുവരെയായിട്ടും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല പൊതുജനങ്ങൾ. കാരണം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നത്. നമ്മൾ നാച്ചുറലായിട്ടാണ് ഇവിടെ തൈകളും വിത്തുകളും ഉണ്ടാക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നത് നാച്ചുറലായിട്ടാണ്. ഇത് ഈ പയറാണ്, കണ്ടോ, ഒടിയൻ പയറാണ്. ഈ പയറാണ് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നേരെ മറിച്ച് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ വിത്തിന് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഇത് വിത്തായതാണ്. ഇത് വിത്ത് ഉണങ്ങിയതാണ്. ഇത് വിത്ത് പരുവമാണ്. അതുപോലെ തന്നെ അതെ കണ്ടോ, ഇത് നമുക്ക് ഇതിൻ്റെ ലോങ് ആണ്. ഇത് നമുക്ക് വിത്താണ്. ഇത് വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടർത്തി പ്രത്യേകം നമ്മൾ വയ്ക്കുന്നു. ഇതെല്ലാം കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ നീലപ്പയർ ഇത് ഏത് ടൈപ്പാണ്? ഇത് വൈൻജേനി വെറൈറ്റിയിൽപ്പെട്ടതാണ്. ഇതും അതുപോലെ തന്നെയാണ്. ലോങ് മറ്റു പയറിനെ പോലെ തന്നെ ടേസ്റ്റും ഇത് അല്പം ഗുണം കൂടുതലുള്ള പയറുമാണ്. ചിലവർക്ക് വെഴുക്കുവറ്റുമ്പോഴത്തേക്ക് നീല കളർ വരും. അപ്പോൾ അതുകൊണ്ട് നീലപ്പയറിനോട് ചിലവർക്ക് ഇത്ര ഇത് വരും. പക്ഷേ ക്വാളിറ്റിയും ഗുണവും കൂടുതൽ വൈറ്റമിൻ പയറാണ്. ഇതുപോലെ നമുക്ക് മറ്റു പയറിനെ പോലെ തന്നെ കൃഷി ചെയ്യാം. ഇതുപോലെ ഉണ്ടോ, നിറച്ചും കായും എല്ലാം ടൈമും എല്ലാം കറക്റ്റ് ചെയ്യണം. ഒരുപോലെ തന്നെയാണ് മറ്റു പയർ കൃഷി ചെയ്യും പോലെ തന്നെയാണ് ഇതും കൃഷി ചെയ്യേണ്ട രീതിയും കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. നല്ല നീളമുള്ള നല്ല പയറാണ്. ഈ പരുവാകുമ്പോഴത്തേക്കും ഒടിക്കണം. കാരണം ഇത് പെട്ടെന്ന് വിത്താവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ പയർ ഇപ്പോൾ കേട്ടോ നല്ല ഇതാണ്, ഉള്ളിൽ സാധാ കളർ തന്നെയാണ്. ഈ പരുവാകുമ്പോഴത്തേക്കാണ് ഇത് കറിക്ക് വെക്കാനായിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതാകുമ്പോഴത്തേക്കും ഇത് വിത്തായിട്ടുള്ള പയറുണ്ട്. ഇത് വിത്തായതാണ്. ഇത് തോട് ആയിട്ടുണ്ട്, ഓരോ വിത്തും ആയിട്ടുണ്ട്. ഇത് നമ്മൾ വേൾഡ് മാർക്കറ്റിൻ്റെ റേറ്റ് ഉണ്ട്. ആ റേറ്റിനാണ്, ഗവൺമെൻറ് റേറ്റിനാണ് ഇവിടെ പച്ചക്കറികൾ ആൾക്കാർക്ക് വാങ്ങുന്നത്. പുറത്ത് 100 രൂപ ഉള്ളപ്പോഴത്തേക്ക് ഇവിടെ ചിലപ്പോൾ 80 രൂപയായിരിക്കാം, ചിലപ്പോൾ 75 രൂപയ്ക്കാണ്. ഗവൺമെൻറ് ഡെയിലി അപ് ടു ഡേറ്റ് വരുന്ന റേറ്റാണ് ഇവിടെ നമ്മൾ സെയിലിന് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പച്ചക്കറി എന്ത് വിറ്റാലും ആൾക്കാർ വന്ന് വേഗം മേടിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒന്നും വേസ്റ്റ് വരുന്നില്ല. ഡെയിലി ഉള്ളത് ഡെയിലി വിറ്റ് തീർക്കുന്നുണ്ട്. ഞാൻ 73 രൂപയായിരുന്നു റേറ്റ്. അപ്പോൾ ഇന്നത്തെ റേറ്റ് നോക്കണം. ഇന്നിപ്പോൾ സീഡ്സിന് പരുവാവുന്നേ ഉള്ളൂ. 2 ദിവസത്തിനുള്ള ബ്രേക്ക് 72-73 ആയിരിക്കാം ഇന്നത്തെ റേറ്റ് ഉള്ളൂ. ഇവിടെ ഏതൊക്കെ ഇനം മരച്ചീനികളാണ് കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ ഞങ്ങൾ 7 ഐറ്റം മരച്ചീനിയാണ് ഇപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത്. ഈ മരച്ചീനി കമ്പുകൾ ഇപ്പം നമ്മൾ ശ്രീയാര്യം കിഴങ്ങ് ഗവേഷണത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇത് എത്ര മാസം കൊണ്ടാണ് വിളവെടുക്കുന്നത്? ഇത് 6-7 മാസമാണ് ഇതിൻ്റെ വിളവ് വരുന്നത്. ഇതിൻ്റെ കമ്പുകൾ ഞങ്ങൾ പുതിയതിന് ശേഷം ഇപ്പോൾ 1 മീറ്ററിന് 5 രൂപ വെച്ചാണ് വെളിയിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ റേറ്റ് നമ്മളിപ്പം പുതിയതായിട്ട് കൊണ്ടുവന്നതിൻ്റെ റേറ്റ് നമുക്കറിയില്ല. അത് ഗവൺമെൻറ് റേറ്റ് ഇടും, അതിനനുസരിച്ചാണ് അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത്.
മരിച്ചിന് വിളവെടുത്തതിന് ശേഷം പുറത്ത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? ഇപ്പം റേറ്റ് ഇട്ടേക്കുന്നത് 25 രൂപയാണ്. ഗവൺമെൻറ് റേറ്റാണ് ഇട്ടേക്കുന്നത്. അത് നെടുമങ്ങാട് മാർക്കറ്റിൻ്റെ വിലയാണ് ഇടുന്നത്. ഇവിടെ മറ്റ് കൃഷികൾ ഏതൊക്കെ ഉണ്ട്? നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാവല്, പടവലം, വെണ്ട, പയർ, അങ്ങനെയുള്ള ഒരുപാട് കൃഷികളുണ്ട്. ചേട്ടാ ഇവിടെ ജമന്തി ജമന്തി നട്ടിരിക്കുന്നത് കണ്ട് അതെന്തിനാ? നമ്മൾ ഈ കൃഷി സ്ഥലത്ത് നടുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുള്ള കീടാണുക്കള ഈ ജമന്തിയുടെ ഇത് ഇല നമുക്ക് എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു മണം ഉണ്ടാവും. അത് ഈ കീടാണുക്കളെ നശിപ്പിക്കും. ഈ പാവൽ നടുന്ന കൃഷി രീതിയെ കുറിച്ചൊന്ന് പറയാമോ? അതായത് നമ്മൾ പാവല നടന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ വിത്തിട്ട് മുളപ്പിക്കണം. നമ്മൾ എവിടെയാണോ കൃഷി ചെയ്യുന്നത് ആ സ്ഥലത്ത് തന്നെ വിത്തിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രോത്ത് ആയിട്ട് കിട്ടും. നട്ട് കഴിഞ്ഞാൽ പാവലിൻ്റെ പൂ വരാനായിട്ട് ഏകദേശം ഒരു 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആവും. ഏകദേശം ഒരു 45-50 ദിവസത്തിനകത്ത് നമുക്ക് വിളവെടുക്കാം. അതായത് നമ്മളൊരു 5 മീറ്ററോളം ഡിസ്റ്റൻസ് ഇട്ടായിരിക്കും നടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിളവ് കിട്ടും. അടുത്ത് കഴിഞ്ഞാൽ ഈ ശിഖരങ്ങൾ വീശി പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഇടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ നമുക്ക് സാധിക്കും. ജൈവ രീതിയിൽ ചെയ്യുന്ന പച്ചക്കറിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വാങ്ങാനായിട്ട് വരാറുണ്ട്. ഇതിന്റെ വിത്ത് സംഭരണം അതെങ്ങനെയാണ്? വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിത്തിന് വേണ്ടിയാണ് വിടുന്നത്. വിത്തിന് വേണ്ടി മാറ്റി നിർത്തിയിട്ട് ഇതിനെ നമ്മളിവിടെ തന്നെ ഉണക്കി നമ്മളിവിടെ തന്നെ വിപണനം ചെയ്യുന്നുണ്ട്. ഒരു പാക്കറ്റ് വിത്തിന് 10 രൂപയാണ്. ഇവിടെ ഏതൊക്കെ വെണ്ടകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമുക്ക് നാടൻ വെണ്ട ഉണ്ട്, പിന്നെ ആനക്കൊമ്പൻ എന്ന് പറയുന്ന വെറൈറ്റി വെണ്ടയാണ്. അത് ചുമന്ന വെണ്ടയാണ്. സാധാ വെണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അത് പച്ച കളറായിരിക്കും. ഈ പച്ചക്കറികളെല്ലാം ഏകദേശം ഒരു 40-45 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇതിന്റെ വിത്തും ഇവിടെ നിന്നാണോ? വിത്ത് ഇവിടെ തന്നെ കിട്ടും. ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു പാക്കറ്റ് 10 രൂപയാണ്. 10 രൂപ. വിളവെടുത്തതിന് ശേഷം ഈ വെണ്ടകൾ എത്ര രൂപയ്ക്കാണ് വിലയിൽ കൊടുക്കുന്നത്? നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നുള്ള സർക്കാർ റേറ്റ് ആയിരിക്കും വരുന്നത്. ആ റേറ്റിനായിരിക്കും എന്തായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി വില കുറവായിരിക്കും. ചേട്ടാ ഇത് നടുന്ന രീതികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തൈ നട്ട് കഴിഞ്ഞാൽ 2 മീറ്റർ അകലം ഉണ്ടാകും. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇലകൾ തമ്മിൽ മുട്ടാത്ത രീതിയിൽ, അതായത് ലീഫുകൾ തമ്മിൽ മുട്ടരുത്, ആ രീതിയിലായിരിക്കും നടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നടുന്ന സമയത്ത് അടിസ്ഥാന വളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 30 ദിവസം കഴിയുമ്പോഴേക്ക് അടുത്ത വളം ചെയ്യും. ഏകദേശം നമുക്കൊരു 35-40 ദിവസം ആകുമ്പോഴത്തേക്ക് വെണ്ടയിൽ പൂവെന്നുള്ളത്. അപ്പോൾ ഒരു 45-50 ദിവസം ആകുമ്പോഴത്തേക്ക് വിളവെടുക്കാൻ പറ്റും. കീടാണുക്കൾ ഇലകൾ, അതായത് നമ്മൾ ഈ മഴക്കാലമാണെങ്കിൽ വളരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. വേപ്പെണ്ണ കഷായം എന്ന് പറയും. അതിന് നമ്മൾ ലീഫുകളിൽ കളിക്കാറുണ്ട്. പിന്നെ നല്ല ഗ്രോത്ത് കിട്ടാനായിട്ട് 19 എന്ന് പറയുന്ന വിളവുണ്ട്. 19 നല്ല ഗ്രോത്ത് വരെയും ചെയ്യും, നല്ല വിളവ് കിട്ടുകയും ചെയ്യും. ഇത് ആനക്കൊമ്പൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ചുമപ്പാണ്, ചുമന്ന കളറാണ്, ആനക്കൊമ്പനാണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നാടൻ വെണ്ടയാണ്. പച്ച കളറായിരിക്കും. ഇത് റെഡ് ലേഡി എന്ന് പറയുന്ന ഉള്ളം പപ്പായാണ്. റെഡ് ലേഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ നീളനുണ്ടാവും, ഉരുണ്ട ടൈപ്പിലുള്ള കായ ഉണ്ടാവും. രണ്ടും റെഡ് ലേഡി തന്നെ ആയിരിക്കും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഈ നാടൻ വെള്ളരി വെച്ച് 45 ദിവസം 50 ദിവസമാണ് എൻ്റെ വിളവെടുപ്പ് സമയമാണ്. ഇപ്പോൾ അത് പിഞ്ച് തുടങ്ങിയിട്ടുണ്ട്. 45ാമത്തെ ദിവസം അത് പിഞ്ച് വീഴും, കായും പിഞ്ചുമായിട്ട് വീഴും. 50-55 ദിവസം ആകുമ്പോൾ നമുക്ക് അടക്കാൻ പറ്റും. നാടൻ വെള്ളരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളമുള്ളതും നല്ല കട്ടിയുള്ളതുമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വെള്ളരിയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മത്തൻ, അമ്പിളി മത്തനാണ് ഇട്ടേക്കുന്നത്. അമ്പിളി മത്തനും നാടൻ മത്തനും. അമ്പിളി മത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞയാണ്,
പിന്നെ ചെറിയ മത്തനുമാണ്. ആൾക്കാർക്ക് ഉപയോഗിക്കാനും ശരിക്കും തട്ടിലും ഇടാം, നിലത്തും വളർത്താൻ പറ്റുന്ന അമ്പിളി മത്തനാണ് ഇട്ടേക്കുന്നത്. പിന്നെ നാടൻ മത്തം വെച്ചാൽ വലിയ ഒരു മത്തം തന്നെ ചിലപ്പോൾ 3 കിലോ 4 കിലോ 5 കിലോ വരെ ഓരോ മത്തം തന്നെ. പച്ചയാണ്. ഇവിടെ നാടൻ രീതിയിലാണ്, നാടൻ കൃഷിയാണ്, നാടൻ വളവും തന്നെയാണ് ചെയ്യുന്നത്. നല്ല സെയിലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ചോളം നമുക്ക് വീട്ടിൽ എല്ലാ പേർക്കും നടാം. പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. ഗ്രോ ബാഗിലും വെക്കാൻ പറ്റും. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ചോളം കൃഷി ചെയ്യാൻ പറ്റും. വിത്ത് നട്ട് 90 അന്ന് ചോളം കഴിക്കും. പല ഉപയോഗങ്ങളും ചോളം കൊണ്ടുണ്ട്. ചോളം നമുക്ക് വീട്ടിൽ ചെയ്യാം. പ്രത്യേകിച്ച് ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണ്ട. നമ്മൾ ഈ കാലാവസ്ഥയ്ക്ക് പിടിക്കുന്നതാണ് ചോളം. ഇവിടെ നല്ല കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ വിൽപ്പനയുണ്ട്. ഇവിടെ ചോളം കൃഷി ചെയ്ത്. ചോളത്തിന് ഫസ്റ്റ് നടുമ്പോൾ തന്നെ നമ്മൾ ചാണകം, വേപ്പുമുന്നാക്ക്, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത വളമാണ് ചോളം നടാനായിട്ടുള്ളത്. അത് നട്ട് 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം മുളച്ച് വരും. 10 ദിവസമാണ് ചോളം മുളയ്ക്കെടുക്കാൻ സമയമെടുക്കുന്നത്. 10 ദിവസം, 8 മുതൽ 10 ദിവസം. അതിനുശേഷം ഒരു 5 ഇല വന്നതിന് ശേഷം ഒന്ന് മൂടൊക്കെ ഒന്ന് പറിച്ചണച്ചിട്ട് നമുക്ക് 19 വളം കൊടുത്ത് കെട്ടാൻ പറ്റും. ആ ഒരൊറ്റ 2-3 സ്റ്റെപ്പ് മാത്രമേ വളമുള്ളൂ, പിന്നെ വളം ഇല്ല. അതാണ് ചോളത്തിൻ്റെ പരിചരണ രീതി എന്ന് പറയുന്നത്. പിന്നെ കാറ്റ് പിടിക്കുന്ന ഭാഗത്താണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കമ്പ് വെച്ച് കെട്ടി ചോളം സംരക്ഷിക്കാം. ചോളം ഏകദേശം ഒരു 4 അടി ഹൈറ്റ് വരെ പോകും. 3-3.5 അടി 4 അടി ഒരാൾ പൊക്കം വരെ ചോളം പൊങ്ങാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ എഡ്ജിനും അനുസരിച്ച്, ഇലകളുടെ ഓരോ എഡ്ജിനും അനുസരിച്ച് ചോളം കായ്ക്കും. നമുക്ക് ഒരു ചോളത്തിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെയായാലും 1 കിലോ കൂടുതൽ കിട്ടും. ഒരു മൂട്ടിൽ നിന്ന് ഒരു ചോളത്തിൻ്റെ 1.5 അടിയാണ് ചോളം നടുന്നത്. പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് ചാല് പോലെ കയറിയതിനു ശേഷം അതിനകത്ത് ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം ചാല് വൃത്തിയാക്കി കിളച്ച് റെഡിയാക്കിയതിനു ശേഷം ചോളം അതിനകത്ത് വയ്ക്കാം. 2 1.5 അടി അകലത്തിന് ഓരോ വിത്തുകളായിട്ട് ഇട്ട് പോയി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു. പരിചരണത്തിന് ഏറ്റവും നല്ലതാണ് ചാല് പോലെ കൃഷി ചെയ്യുന്ന രീതി. പണ കോരി പിടിക്കുന്നേക്കാൾ ചാല് പോലെ കൃഷി ചെയ്ത് അതിനുശേഷം ചാല് ചെറുതായിട്ടൊന്ന് മൂടി മണ്ണം പറിച്ചണച്ച് ഒന്ന് മൂടി കൊടുക്കുക. അപ്പോൾ വെള്ളവും വളവും ആവശ്യത്തിന് നിൽക്കുകയും ചെയ്യും. ഇതൊന്നും ചാഞ്ഞു പോവാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും.